അപ്പോൾ എനിക്ക് ഡയറക്ടറിനോടാണെങ്കിലും ചേട്ടനോട് ഇപ്പോൾ നിങ്ങളെ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട് മുകളിൽ ആളുടെ ഒരു പുതിയ മൂവി ആണെങ്കിലും എടുത്ത ടോപ്പിക് അല്ലെങ്കിൽ എടുത്ത ഒരു മൂവിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിലൊരു ടോപ്പിക്കാണ് സ്റ്റോറിക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ പൊതുവെ നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ പടങ്ങൾ വരുന്നുണ്ടെങ്കിലും മാസം ആവുമ്പോഴാണ് ആൾക്കാർക്ക് സ്റ്റാർ കാസ്റ്റും മാസം എല്ലാം നോക്കുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു മൂവി എങ്ങനെയാണ് നമുക്കൊരു ഡിഫറെന്റ് ആക്കാം എന്ന് പ്രതീക്ഷ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു സിനിമ ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ ക്യാമറമാനൊക്കെ സാബു ജെയിംസ് സാറാണ്. സാറ് ഫിലിം ഇൻഡസ്ട്രിയിൽ 10-30 വർഷമായിട്ടുണ്ട്. സാറ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ റാങ്ക് ഹോൾഡറൊക്കെ ആയിട്ട് വന്ന് അവിടെ പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങളോട് സ്റ്റീഫൻ ടെട്ടിക്ക് എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമുണ്ട്. അപ്പം സ്റ്റീഫൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ എല്ലാ ഞാൻ 12 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാവരും നെയ്ബേഴ്സാണ്, ഒരേ ഒഴുകൂരുകാരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുറച്ച് പേര് ഞങ്ങളൊരു കോർ ടീം പോലെ വന്നു. അതിനുശേഷം ഞങ്ങൾ തന്നെ കുറച്ച് നമ്മുടെ ഒരു ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ഒത്തിരി എന്താ പറയുക സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെൻസീവ് ഒന്നും ആവാതെ തന്നെ നമ്മുടെ ലിമിറ്റഡ് ഇതിൽ സിനിമയെക്കുറിച്ച് പഠിക്കുക. കാരണം ഞാനും സ്റ്റീഫൻ ചേട്ടനൊക്കെ പുതിയ ആളുകളാണ്. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആക്ടേഴ്സിനെ എത്തിക്കുക, അതാണ് നോക്കിയത്. അപ്പം ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരിയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള പുതിയ ആളുകൾ. ഇപ്പോൾ ഫെമിലറായിട്ട് നിൽക്കുന്ന ആളുകളെക്കാളും ഒരുപക്ഷെ ടാലൻറ്റഡ് ആയിട്ട് അവസരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആളുകൾ ഇപ്പോൾ പാട്ടുകാരോ ഡാൻസുകാരോ ആക്ടിങ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് തപ്പി അങ്ങനെ നമുക്ക് കുറച്ചുള്ള ഓൾമോസ്റ്റ് കൂടുതൽ ആൾക്കാർ നമ്മൾ അതിനകത്ത് നമുക്ക് പുതിയ ആളുകൾ കിട്ടിയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഓൾമോസ്റ്റ് 30ഓളം നേഴ്സുമാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ നഴ്സാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നഴ്സേഴ്സിനെയും അപ്പോൾ അവരെല്ലാം ഏതെങ്കിലും രീതിയിലൊക്കെ കഴിവ് തെളിയിച്ചവരാണ് ആക്ടിങ്ങിലൊക്കെ അല്ലെ ഡാൻസിങ്ങിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാണ് പുതിയ ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കുക. കാരണം ഫെമിലിയറായിട്ടുള്ളവർ ഓഫ് കോഴ്സ് അവരുണ്ട്. പക്ഷെ ആ കൂടെ തന്നെ പുതിയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അവരെ നമുക്ക് വളർത്താൻ പറ്റും, അവരോടൊപ്പം നമുക്കും വളരാൻ പറ്റും. ആ ഒരു ചിന്താഗതിയിലാണ് നമ്മൾ പുതിയ ആളുകളെ നമ്മൾ അങ്ങനത്തെ രീതിയിലൂടെ നമ്മൾ ചൂസ് ചെയ്ത് ഇതിനകത്തേക്ക് എത്തിച്ചത്.